നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ എ സി ജനറേറ്ററാണ് പഠിച്ചത്. എ സി ജനറേറ്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ സവിശേഷത, അതുപോലെ അതിലെങ്ങനെയാണ് കറണ്ട് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. കൂടാതെ അവിടെ നാം രണ്ട് തരം വൈദ്യുതിയെ പരിചയപ്പെട്ടിരുന്നു, എ സിയും ഡി സിയും. അതിൽ എ സി ജനറേറ്ററിന് ലഭിക്കുന്ന കറണ്ട്, വൈദ്യുതി ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, തുടർച്ചയായി ദിശ മാറുന്ന കറണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ചില ആവശ്യങ്ങൾക്ക് നമുക്ക് ഡി സി തന്നെ ആവശ്യമായി വരുന്നുണ്ട്. അതായത് പൊതുവിൽ എ സി എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാമെങ്കിലും ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ഡി സി തന്നെ വേണ്ടി വരും. അതായത് ഒരേ ദിശയിലൂടെ മാത്രം ഒഴുകുന്ന കറണ്ട് ആവശ്യമായി വരും. അപ്പോൾ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ജനറേറ്ററിൽ നിന്നും എ സിക്ക് പകരം ഡി സി ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അതായത് എ സി ജനറേറ്ററിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്കതിനെ ഡി സി ജനറേറ്ററാക്കി മാറ്റാൻ കഴിയും. അതായത് അതിൽ നിന്നും ഡി സി ലഭ്യമാക്കാൻ കഴിയും. ഒരേ ദിശയിൽ ഒഴുകുന്ന വൈദ്യുതി അതിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡി സി ജനറേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഡി സി ജനറേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ജനറേറ്ററിലെ 3 ഭാഗങ്ങൾ: ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, അതുപോലെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് 2 റിങ്ങുകൾ, 2 ഫുൾ റിങ്ങുകളും 2 ബ്രഷുകളുമാണ്. ഇവിടെ ഒരു ചെറിയ മാറ്റമാണ് വരുത്തുക. ഡി സി ജനറേറ്ററിലും നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ടാകും? ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാകും. ഞാനിവിടെ സങ്കല്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ഫീൽഡ് മാഗ്നറ്റ് 2 ഭാഗത്തുണ്ടാകും, ആർമേച്ചർ ഉണ്ടാകും. കൂടാതെ വ്യത്യാസം ഇതാണ്, ആ ഫുൾ റിങ്ങുകൾക്ക് പകരം നമ്മൾ അന്ന് മോട്ടോറിൽ ചെയ്തതുപോലെ 2 ഹാഫ് റിങ്ങുകളാണ് ഉണ്ടാവുക. ആർമേച്ചറിന്റെ ഒരഗ്രം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹാഫ് റിങ്ങിലേക്കും മറ്റേ അറ്റം രണ്ടാമത്തെ റിങ്ങിലേക്കും. നമുക്ക് 2 പേര് പറയാം: റിങ് R1, റിങ് R2. അതുപോലെ അവിടെ ചെയ്തതുപോലെ തന്നെ 2 ബ്രഷുകളുമുണ്ട്. അപ്പോൾ റിങ് R1മായി ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ബ്രഷ് ഇവിടെ ഉണ്ടാകും, R2മായി ടച്ച് ചെയ്തൊരു ബ്രഷ് ഇങ്ങനെയും ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, എ സി ജനറേറ്ററിനെ ഡി സി ജനറേറ്ററാക്കി മാറ്റാൻ ഒരേ ഒരു മാറ്റം വരുത്തിയാൽ മതി. ആ 2 ഫുൾ റിങ്ങുകൾക്ക് പകരം 2 ഹാഫ് റിങ്ങുകൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡി സി മോട്ടോറിന്റെ അതേ ഘടനയാണ് എല്ലാ കാര്യത്തിലും എന്തിനുള്ളത്? ഡി സി ജനറേറ്ററിനുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കണം. എന്തായിരുന്നു അവിടെ അന്ന് പറഞ്ഞത്? ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ ആർമേച്ചറിന്റെ കറക്കം ആരംഭിക്കുന്ന ദിശയിലാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ 90 180 ഡിഗ്രി തിരിയുന്നത് വരെ ആമിലൂടെ ഒഴുകുന്ന കറണ്ട് ഒരു പ്രത്യേക ദിശയിലും, ആ 180 കഴിഞ്ഞ് അടുത്ത 360 വരെയുള്ള ടേണിങ്ങിൽ കറണ്ടിന്റെ ദിശ നേരെ ഓപ്പോസിറ്റ് ആകുമെന്ന് നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമ്മൾ തൊട്ടു മുൻപുള്ള ജനറേറ്ററിന്റെ പ്രവർത്തനം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ്സുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് കാണാത്തവർ അല്ലെങ്കിൽ കണ്ട് വേണ്ട ധാരണ നേടാത്തവർ അത് ഒന്നുകൂടി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് നിരീക്ഷിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് മാത്രമേ പ്രയോജനമുണ്ടാവൂ എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഈ ചിത്രങ്ങൾ കാണുക. പോളുകൾക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആർമേച്ചറിന്റെ 2 വ്യത്യസ്ത സ്ഥാനങ്ങളാണ് ഈ ചിത്രങ്ങളിലുള്ളത്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നേരിട്ട് മാതൃക കാണിച്ച് വിശദീകരിക്കേണ്ട ഭാഗമാണിത്. വീഡിയോയിലൂടെ ഇതിന്റെ പ്രവർത്തനം വിശദീകരിക്കുന്നതിൽ വളരെയേറെ പരിമിതിയുണ്ട്. അതിനാൽ ഇനിയുള്ള ഭാഗം, അതായത് ഈ ജനറേറ്ററിന്റെ പ്രവർത്തനം വിശദീകരിക്കുന്ന ഭാഗം, വളരെ സാവധാനത്തിൽ അതീവ ശ്രദ്ധയോടെ, ആവശ്യമെങ്കിൽ ഇടയ്ക്കിടെ പോസ് ചെയ്തും റീപ്ലേ ചെയ്തും കാണേണ്ടതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, എ സി ജനറേറ്ററിൽ R1 എന്ന റിങ് എല്ലായ്പ്പോഴും B1 എന്ന ബ്രഷുമായും R2 എന്ന റിങ് എല്ലായ്പ്പോഴും B2 എന്ന റിങ്ങുമായും സമ്പർക്കത്തിലായിരിക്കും. അതായത്
ആർമേച്ചർ തുടർച്ചയായി കറങ്ങുന്നുവെങ്കിലും ബ്രഷുകൾ തമ്മിലുള്ള കോണ്ടാക്ട്, ബ്രഷുകൾ തമ്മിലുള്ള സമ്പർക്കം മാറുന്നില്ല എന്ന് ചുരുക്കം. എന്നാൽ ഈ ജനറേറ്ററിൽ, അതായത് DC ജനറേറ്ററിൽ, ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും റിങ്ങും ബ്രഷും തമ്മിലുള്ള ബന്ധം പരസ്പരം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ആദ്യ പകുതിയിൽ റിങ്ങും ബ്രഷും തമ്മിലുള്ള സമ്പർക്കമാണ് ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത്. ഇതിൽ R1 എന്ന റിങ് B1 എന്ന ബ്രഷുമായും R2 എന്ന റിങ് B2 എന്ന ബ്രഷുമായുമാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സമയം B1 എന്ന ബ്രഷിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് R1 എന്ന റിങ്ങും B2 എന്ന ബ്രഷിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് R2 എന്ന റിങ്ങുമാണ്. ബ്രഷ് സ്ഥിരമായി അവയുടെ സ്ഥാനങ്ങളിൽ തന്നെ നിൽക്കുകയും റിങ്ങുകൾ ആർമേച്ചറിനൊപ്പം തിരിയുകയും ചെയ്യുന്നതിനാൽ പകുതി കറക്കം കഴിയുമ്പോൾ, അതായത് 180 ഡിഗ്രി തിരിഞ്ഞു കഴിയുമ്പോൾ റിങ്ങും ബ്രഷും തമ്മിലുള്ള ബന്ധം പരസ്പരം മാറി അത് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെയാകും. അതായത് ഇപ്പോൾ R1 എന്ന റിങ് B2 എന്ന ബ്രഷുമായും R2 എന്ന റിങ് B1 എന്ന ബ്രഷുമായും സമ്പർക്കത്തിലാണ്. ഈ സമയം B2വിൽ വൈദ്യുതി എത്തിക്കുന്നത് R1 എന്ന റിങ്ങും B1ൽ വൈദ്യുതി എത്തിക്കുന്നത് R2 എന്ന റിങ്ങുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനവും ഇതിൽ നിന്നും പുറത്തു വരുന്ന കറണ്ടിന്റെ സ്വഭാവവും പരിശോധിക്കാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ചിത്രം പരിഗണിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആർമേച്ചർ ക്ലോക്ക് വൈസ് ദിശയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ പകുതി കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലെ ഒരു ഭാഗമാണ് ഒന്നാമത്തെ ചിത്രത്തിലുള്ളത്. ഇവിടെ ഈ സമയം AB എന്ന വശം മുകളിലേക്ക് ഉയരുകയും CD എന്ന വശം താഴുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ABയിലും CDയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ദിശ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ABയിലെ കറണ്ട് നോക്കാം. നിങ്ങളുടെ വലത് കൈയുടെ ചൂണ്ടുവിരൽ, ഫോർ ഫിംഗർ, ചിത്രത്തോട് ചേർത്ത് AB ഇരിക്കുന്ന ഭാഗത്ത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നിവർത്തൂ. അതായത് NS ദിശയിൽ നിവർത്തൂ. എന്നിട്ട് തമ്പ്, തള്ളവിരൽ മുകളിലേക്ക് ഉയർത്തൂ. ഇപ്പോൾ ഫോർ ഫിംഗർ ഇടത്തു നിന്നും വലത്തേക്കാണ്, തള്ളവിരൽ മുകളിലേക്കും ആണല്ലോ. ഇനി മിഡിൽ ഫിംഗർ ഒന്ന് നിവർത്തൂ. മിഡിൽ ഫിംഗർ പേപ്പറിന്റെ പ്രതലത്തിലേക്ക്, പേപ്പറിന്റെ പ്ലെയിനിലേക്ക് ചൂണ്ടിയാണ് നിൽക്കുന്നത്. അതായത് നടുവിരൽ, മിഡിൽ ഫിംഗർ ചൂണ്ടി നിൽക്കുന്നത് AB ദിശയിലാണ്. അതുകൊണ്ട് ഈ സമയം ഇതിലൂടെ കറണ്ട് ഒഴുകുന്നത് Aയിൽ നിന്നും Bയിലേക്കാണ്. AB എന്ന ഭാഗത്ത് വൈദ്യുതി ഒഴുകുന്നത് Aയിൽ നിന്ന് Bയിലേക്കാണ്. ഇനി ഇതേ റൂൾ, അതായത് ഫ്ലെമിങ്ങിന്റെ വലതു കൈ നിയമം CDയിൽ അപ്ലൈ ചെയ്യൂ. വിരലുകൾ ഈ നിയമമനുസരിച്ച് നിവർത്തൂ. ഇപ്പോൾ മിഡിൽ ഫിംഗർ, നടുവിരൽ ചൂണ്ടുന്നത് പ്ലെയിനിൽ നിന്നും പുറത്തേക്കാണല്ലോ. അതായത് കറണ്ട് Cയിൽ നിന്നും Dയിലേക്ക്. അപ്പോൾ ആർമേച്ചർ പകുതി കറങ്ങിത്തീരുന്നതുവരെ ആർമേച്ചറിലെ കറണ്ടിന്റെ ദിശ ABCD ആണെന്ന് ചുരുക്കം. അങ്ങനെയാകുമ്പോൾ ABCD വഴി കറണ്ട് റിംഗ് R2വിലെത്തി ബ്രഷ് B2വിലൂടെ ഗാൽവനോമീറ്ററിന്റെ Q എന്ന അഗ്രത്തു നിന്നും Pയിലെത്തി
B1 R1 വഴി ആർമേച്ചറിലെത്തുന്നു. അതായത് ആദ്യ ഹാഫ് റൊട്ടേഷൻ അവസാനിക്കുന്നത് വരെ കറന്റ് ABCD ദിശയിൽ തന്നെ തുടരുകയും ഈ സമയമത്രയും B2 R2വുമായി സമ്പർക്കത്തിൽ തുടരുന്നതിനാൽ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ വൈദ്യുതി ഒഴുകുന്നത് Qവിൽ നിന്ന് Pയിലേക്കായിരിക്കും. 180 ഡിഗ്രി അഥവാ പകുതി ടേൺ ചെയ്തതിന് ശേഷമുള്ള സ്ഥാനമാണ് രണ്ടാമത് ചിത്രത്തിൽ കാണുന്നത്. ഈ സമയം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് പരിശോധിച്ചാൽ AB-യിലെ കറണ്ട് Bയിൽ നിന്ന് Aയിലേക്കും CD-യിലേത് Dയിൽ നിന്നും Cയിലേക്കാണെന്നും കാണാം. അതായത് കറണ്ടിന്റെ ഇപ്പോഴത്തെ ദിശ DC-BA. ഈ സമയം Bയിൽ നിന്നും Aയിലെത്തുന്ന വൈദ്യുതി R1 എന്ന റിങ്ങിലൂടെ B2 എന്ന ബ്രഷിലെത്തി Qവിൽ നിന്നും Pയിലൂടെ ഒഴുകി ആർമേച്ചറിൽ തിരിച്ചെത്തുന്നു. അതായത് ഇവിടെ രണ്ട് ഹാഫ് റൊട്ടേഷനിലും വൈദ്യുതി ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്നത് Qവിൽ നിന്ന് Pയിലേക്കാണ്. അതായത് ഒരേ ദിശയിൽ തന്നെയാണ്. ഇവിടെ ആർമേച്ചറിലെ കറണ്ടിന്റെ ദിശ മാറുന്ന അതേ നിമിഷത്തിൽ റിങ്ങും ബ്രഷും തമ്മിലുള്ള കോണ്ടാക്ട് പരസ്പരം മാറിയാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലെ വൈദ്യുതി ഒരേ ദിശയിലാക്കി മാറ്റുന്നത്, അതായത് DC ആക്കി മാറ്റുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. AC ജനറേറ്റർ ആയാലും DC ജനറേറ്റർ ആയാലും ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് AC തന്നെയാണ്. സ്പ്ലിറ്റ് റിംഗ് ബ്രഷ് സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് ഈ കറണ്ട് DC ആയി മാറുന്നത്. അതുകൊണ്ട് ആർമേച്ചറിന് പകരം ഫീൽഡ് കാന്തം റൊട്ടേറ്റ് ചെയ്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ബ്രഷും റിങ്ങും തമ്മിലുള്ള ബന്ധം പരസ്പരം മാറാത്തതിനാൽ DC ജനറേറ്റർ ആയിരുന്നാലും എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ലഭിക്കുന്നത് AC തന്നെയായിരിക്കും. ഇനി നമുക്ക് ആ ഭാഗത്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു AC ജനറേറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതി നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. എന്താണ് പ്രത്യേകത? 0 ആണ് ആദ്യം. 90 ഡിഗ്രി തിരിഞ്ഞു കഴിയുമ്പോൾ കറണ്ട് മാക്സിമം ആകുന്നു, 0യിലെത്തുന്നു. എതിർ ദിശയിൽ കറണ്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തുന്നു, തിരിച്ച് 0യിൽ വരുന്നു. ഇങ്ങനെയാണ് വരിക. പക്ഷേ DC ജനറേറ്റർ ആകുമ്പോൾ അതിലുണ്ടാകുന്ന കറണ്ടിന്റെ അല്ലെങ്കിൽ EMFന്റെ ഗ്രാഫ് ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഇതായിരിക്കും അതിന്റെ ഘടന. നോക്കൂ, 0 ഡിഗ്രിയിൽ നിന്ന് കറക്കം ആരംഭിക്കുന്നു. 90 ഡിഗ്രിയിൽ എത്തുമ്പോൾ കറണ്ട് മാക്സിമത്തിലെത്തുന്നു. 180-ലാകുമ്പോൾ AC ജനറേറ്ററിൽ പോലെ തന്നെ കറണ്ട് 0 ആകുന്നു. ഇനിയാണ് മാറ്റം. ഇത് AC ജനറേറ്റർ ആയിരുന്നെങ്കിൽ കറണ്ട് എതിർ ദിശയിലാണ് ഇൻക്രീസ് ചെയ്യുമായിരുന്നത്. പക്ഷെ ഇവിടെ അതേ ദിശയിൽ തന്നെ ആയിരിക്കും ഇൻക്രീസ് ചെയ്യുക. ദെൻ വീണ്ടും അതേ ദിശയിൽ തന്നെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആകുന്നു, 0 ആകുന്നു, വീണ്ടും അതേ ദിശയിൽ മാക്സിമം ആകുന്നു. എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് സൈഡും ഇത് നെഗറ്റീവ് സൈഡുമാണ്. കറണ്ട് എപ്പോഴും ഒരു സൈഡിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രമായിരിക്കും. അപ്പോൾ DC ജനറേറ്ററിന് ലഭിക്കുന്ന കറണ്ടിന്റെ ഗ്രാഫ് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഇനി നമുക്ക് ഇതിന്റെ അവസാന ഭാഗം എന്ന നിലയിൽ ഈ 3 ഗ്രാഫുകളെയും ഒന്ന് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, ആദ്യം കൊടുത്തിരിക്കുന്നത് AC ജനറേറ്ററിലുള്ള കറണ്ടാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഈ കറണ്ടുകളെ കമ്പയർ ചെയ്യാന്നൊക്കെ ചോദിക്കാം, താരതമ്യം ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനിവിടെ ടൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് EMF ആകാം, അല്ലെങ്കിൽ വോൾട്ടേജ് ആകാം, കറണ്ട് ആകാം. ഞാനിപ്പോൾ ഇവിടെ കറണ്ട് എന്ന കൺസെപ്റ്റിലാണ് വരച്ചിരിക്കുന്നത്. നോക്കൂ, ആദ്യം കറണ്ട് 0. 0.1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കറണ്ട് മാക്സിമമായി, അതായത് 1 ആംപിയർ കറണ്ടിലെത്തി. 0യിലായിരുന്നു, കൂടി 1 ആംപിയർ കറണ്ട് എത്തി. അപ്പോൾ 90 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും, നമുക്കറിയാം. 180 ഡിഗ്രി തിരിഞ്ഞു, ഇവിടെ എത്തി. സമയം 0.2 സെക്കൻഡ്. 0.2 സെക്കൻഡ് എത്തിയപ്പോൾ കറണ്ട് 0 ആയി. വീണ്ടും 0.3 സെക്കൻഡ്, അതായത് 270 ഡിഗ്രി തിരിഞ്ഞു. അതിന് എത്ര എടുത്തു? 0.3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. കറണ്ട് എത്രയായി? -1 എന്നാണ് കാണിച്ചിരിക്കുക. നമുക്കറിയാം കറണ്ടിന് നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഇല്ല എങ്കിൽ ഇവിടെ അർത്ഥം ആദ്യം ഏത് ദിശയിലാണോ കറണ്ട് ഒഴുകിയതിന്റെ എതിർ ദിശയിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മാക്സിമം കറണ്ട് വന്നു. 0.4 സെക്കൻഡിൽ
കറണ്ട് 0 ആയി ഇങ്ങനെ പോവുക ചെയ്യുക. അതായത് അനുനിമിഷം ഓരോ നിമിഷവും കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നു, ഡിറക്ഷൻ മാറുന്നു. അതായത് AC ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന കറണ്ടിന്റെ അല്ലെങ്കിൽ EMFന്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ഗ്രാഫ് നോക്കാം. ഇത് DC ജനറേറ്ററിന് ലഭിക്കുന്ന കറണ്ടാണ്. പ്രത്യേകത നോക്കൂ. ഇനിഷ്യൽ കറണ്ട് 0, 0.1 സെക്കൻഡ് കഴിഞ്ഞു, അതായത് 90 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞു, കറണ്ട് മാക്സിമം എത്തി. അപ്പോൾ കറണ്ട് 1 ആംപിയർ. 0.2 സെക്കൻഡ് കഴിഞ്ഞു, കറണ്ട് 0 ആയി. ദെൻ മൂന്നാം സെക്കൻഡിൽ എത്ര കിട്ടി? കറണ്ട് മാക്സിമം 1 തന്നെ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോയില്ല. കറണ്ട് കൂടി കുറഞ്ഞു, കൂടി കുറഞ്ഞു, പക്ഷേ നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നില്ല. അപ്പോ പ്രത്യേകത എന്താണ്? DC ജനറേറ്ററിന് ലഭിക്കുന്ന കറണ്ട് എന്താണ്? ഒരേ ദിശയിൽ ഒഴുകുന്ന കറണ്ടാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോ there is no change in direction of currents but magnitude changes continuously. ഇനി നമുക്ക് മൂന്നാമത്തെ ഗ്രാഫ് ഒരു സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന കറണ്ട് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ? തുടക്കത്തിൽ തന്നെ 1 ആംപിയർ കറണ്ട് ഉണ്ട്. 0.1 സെക്കൻഡ് കഴിഞ്ഞു, 1 ആംപിയർ തന്നെ. 0.2 സെക്കൻഡ് കഴിഞ്ഞു, 1 ആംപിയർ തന്നെ. എത്ര സമയം കഴിഞ്ഞാലും കറണ്ടിന്റെ അളവിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോ ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന കറണ്ടിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഡിറക്ഷനിലും മാറ്റം വരുന്നില്ല, മാഗ്നിറ്റ്യൂഡിലും മാറ്റം വരുന്നില്ല. ദിശയിലും അളവിലും മാറ്റം വരാത്ത കറണ്ടാണ് നമുക്ക് ബാറ്ററിയിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്.